നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജേഷേ, വട്ടിയൂർക്കാവിൽ കേരളത്തിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് കേരളത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം, അത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ്. കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ എന്ന് പറയുന്ന ശക്തനായ, കോൺഗ്രസിലെ തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇങ്ങനെ പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും പരാതിക്കും പരിഭവത്തിനും പിന്നെ? പരാതി പറഞ്ഞല്ലേ പിന്നെ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വി ഡി സതീഷിന്റെ അവസ്ഥയായി പോകും. സതീഷിന് ഒടുവിൽ പരാതി പറയേണ്ടി വന്നു. കെ സുധാകരനെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കരുതെന്നുള്ള പരാതി വി ഡി സതീഷ് വരെ പറയേണ്ടി വന്നു. അപ്പോൾ പരാതി പറഞ്ഞില്ലെങ്കിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് പരാതി പറയുന്നവനെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമുള്ളൂ. അതൊരു ഭാഗം. പിന്നെ അടുത്തത് പറയാനുള്ളത്, നമ്മുടെ ശ്രീലേഖ ഇപ്പൊ IPS എന്ന് പറയാൻ പറ്റില്ലല്ലോ, വിലക്കുണ്ടല്ലോ. ബാക്കിയെല്ലാം അഡ്വക്കേറ്റ് എല്ലാം വയ്ക്കാം, പക്ഷെ ഇത് മാത്രം വയ്ക്കാൻ പാടില്ല. ശ്രീലേഖ ജയിക്കുമോ എന്നൊരു ഭീതി മുരളീധരനുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് ജയിച്ചു പോകുമോ എന്നൊരു ഭീതി കൂടി മുരളീധരനുണ്ട്. പ്രതിസന്ധിയിലാണ്. അത് PC ജോർജിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റിയൊരു അബദ്ധം ഉണ്ടല്ലോ. ഒരു സമുദായത്തിലെ ഒരൊറ്റ പേര് വിളിച്ച് കളിയാക്കി ഉള്ള വോട്ടെല്ലാം പോയി. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് 24 വോട്ടിന് ജയിക്കും. ചിലപ്പോൾ അദ്ദേഹം അത് തിരിച്ചു പിടിച്ചു കാണാം വോട്ട്, അത്ര ഉറപ്പുണ്ടാകും. വട്ടിയൂർക്കാവിൽ അതല്ല. ഒന്നുകൂടി പറയാനുണ്ട്, NDA സ്ഥാനാർത്ഥി R ശ്രീലേഖ അവർ മികച്ചൊരു ബ്യൂറോക്രാറ്റാണ്. കേരളം കണ്ട ഏറ്റവും ആദ്യത്തെ വനിതാ ഓഫീസറാണ്, IPS ഓഫീസറാണ്, അതൊക്കെയാണ്. പക്ഷേ ഇലക്ഷനിൽ അതിന്റെ പ്രക്രിയ അനുസരിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ തോറ്റുപോകും. BJP തോക്കുമെന്നല്ല, ഈ സ്ഥാനാർത്ഥി കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഓരോ ദിവസവും ഉണ്ടാകുന്ന ബലഹീനതകളെ തങ്ങളുടെ കരുത്തായി മാറ്റുകയാണ് കോൺഗ്രസും കെ മുരളീധരൻ. ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസമാണ് VK പ്രശാന്തിനുള്ളത്. അത് മാത്രമല്ല, VK പ്രശാന്തിന്റെ അനക്കം, VK പ്രശാന്ത് ഒതുങ്ങി ഒരു രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നത്, അധികം ബഹളവും ഇതൊന്നും കാണുന്നില്ല. ആർക്കുമെതിരെ പ്രസ്താവന നടത്തുന്നില്ല. നേരെ മറിച്ച് നേരെ തിരിച്ചാണ് ആ മണ്ഡലത്തിൽ ഇപ്പൊ കെ മുരളീധരൻ ആദ്യം പറഞ്ഞത് BJPയുടെ കൗൺസിലർമാരടക്കം ശ്രീലേഖയ്ക്ക് വോട്ട് ചെയ്യില്ല എന്നാണ്. ശ്രീലേഖയും വെല്ലുവിളിക്കുന്നു, BJPക്കാരും വെല്ലുവിളിക്കുന്നു പറയാൻ, പക്ഷെ അതിന് മറുപടിയില്ല. അപ്പോൾ അങ്ങനെ അതിനുശേഷമാണ് ഇപ്പോൾ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ പരാജയം ഉണ്ടാകുമെന്നൊരു ധാരണ ഒരു പക്ഷേ ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ പറയുന്നു കോൺഗ്രസും CPM-ഉം കോൺഗ്രസ്സുകാർ പറയുന്നത് അവിടെ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ത്രികോണ മത്സരം നടത്തുന്നൊരു ഡീൽ വെക്കാൻ ഇരു മുന്നണികളും തയ്യാറാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. തിരുവനന്തപുരത്തെ പ്രസ്റ്റീജിയസ് മണ്ഡലങ്ങളിലൊന്നാണ്, BJP ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വട്ടിയൂർക്കാവ്. അവിടെ ഒരു ഡീലിന് തയ്യാറാകുമെന്ന് നമുക്കൊരു ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷെ ഒരു ഡീൽ ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ കെ മുരളീധരൻ്റെ പരാജയ ഭീതിയാണ്. മാത്രമല്ല, കെ മുരളീധരൻ മറ്റൊരു ആരോപണമായി പറഞ്ഞ് തന്നെ തോൽപ്പിക്കുക എന്നത് RSSന്റെ ലക്ഷ്യമാണ്, BJPയുടെ ലക്ഷ്യമാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാം മുരളീധരൻ തന്നെ പറയുന്നു. അതെ, അവിടെ BJP ഡീലുണ്ടെന്ന്, CPM ഡീലുണ്ടെന്ന് പറയുന്നു, പറയുന്നു, മുരളീധരനും RSS ഡീലുണ്ടെന്ന് പറയുന്നു. മുരളീധരൻ പറയുന്നു തന്നെ തോൽപ്പിക്കാൻ RSS. ഈ തെരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണമാണ് ഏറ്റവും പ്രധാനമായത്. അതായത് ഒരാൾ എതിരെ നിൽക്കുന്ന രണ്ടുപേർ തമ്മിൽ ഡീലാക്കും, അടുത്തയാൾ. അതൊരു ത്രികോണ ഡീൽ മത്സരമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ കെ മുരളീധരൻ വടകര MP ആയി അന്ന് പോയിരുന്നല്ലോ. വടകര MP ആയി പോയതിനു ശേഷവും മുരളീധരൻ തിരിച്ച് തൃശ്ശൂരിൽ വന്ന് MP ആയിരുന്നപ്പോഴും ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു, സജീവമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിയമസഭാ മത്സരം വരും, അവിടെ താൻ തന്നെയാകും സ്ഥാനാർത്ഥി എന്ന് പുള്ളിക്ക് ഉറപ്പുണ്ടായിരുന്നു. മാത്രമല്ല, കുറച്ചു കാലം ഈ രാഷ്ട്രീയത്തിൽ നിന്നൊരു വനവാസം പോലെയായിരുന്നു. ആ കാലഘട്ടത്തിൽ വട്ടിയൂർക്കാവിൽ സജീവമായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ഈ തൃശ്ശൂരെ തോൽവി, അദ്ദേഹത്തിന് മാനസികമായി, സുരേഷ് ഗോപിയുള്ള തോൽവി മാനസികമായി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് 2 തവണയും, അതായത് വട്ടിയൂർക്കാവിൽ വന്ന് മത്സരിച്ച് പിന്നെ BJPയെ തോൽപ്പിക്കാനും, അതുപോലെ തന്നെ നേരത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, അതും നേമത്തെ തെരഞ്ഞെടുപ്പിനും ഇതേപോലുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് വലിയ രീതിയിൽ RSS BJPയെ പ്രകോപിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് തന്നെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട് എന്നൊക്കെ പറയുന്നു. അതിന്റെ കാരണമുണ്ട്. വട്ടിയൂർക്കാവ് ഇപ്പൊ നെട്ടയം നന്ദഭാർഗവായിരുന്നു നെട്ടയത്തെ BJP കൗൺസിലർ കഴിഞ്ഞ ടൈമില്. ഇത്തവണ വനിതാ വാർഡായപ്പോൾ നന്ദഭാർഗവ് അവിടെ നിന്ന് മാറി വട്ടിയൂർക്കാവ് വന്നു. CPM-ന്റെ കുത്തക സീറ്റായിരുന്നു വട്ടിയൂർക്കാവ്.
നന്ദഭാർഗവ് വട്ടിയൂർക്കാവ് ജയിച്ചു, നെട്ടയത്ത് BJP ജയിച്ചു, തൊട്ടപ്പുറത്ത് വലിയവിള, ഇപ്പുറത്ത് നമ്മുടെ മേയർ രാജേഷിന്റെ കൊടുങ്ങാനൂർ, കാഞ്ഞിരമ്പാറ സുമി രണ്ടാമത് വന്നു, പാങ്ങോട്, പിന്നെ ശാസ്തമംഗലത്ത് ശ്രീലേഖ, ജഗതി, പിന്നെ കരമന, ഇങ്ങനെ ഒരു 10-12ഓളം വാർഡുകൾ BJP അവിടെ പിടിച്ചിട്ടുണ്ട്. സ്വാധീനമുള്ള മേഖലയാണ്, സ്വാധീനമുണ്ട്. കാരണം BJP കൗൺസിലർമാരെ ജയിപ്പിച്ച് വിട്ട വാർഡുകളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മുരളീധരനൊരു കിടുങ്ങലുണ്ട്, പേടിയുണ്ട്. പിന്നെ മുരളീധരൻ ഈ എന്തിനാണ് സജീവമായിരുന്നത് ഈ തൃശ്ശൂർ തോറ്റപ്പോഴും? കാരണം ഇവിടുത്തെ മണികണ്ഠേശ്വരം അടക്കമുള്ള പ്രദേശങ്ങളിൽ കടുത്ത RSSകാരുണ്ട്. അതിപ്പോഴും CPM RSS തമ്മിൽ കടുത്ത പ്രശ്നം നേരിടുന്ന സ്ഥലമാണ്. പ്രശ്നം നടക്കുന്നതും ലോറി ബസ് കണക്കിനാണ് പോലീസ് അവിടെ നിന്ന് ക്യാമ്പ് ചെയ്യുന്നത്. പക്ഷെ കോൺഗ്രസും RSS ഒരു തർക്കം ഉണ്ടായിട്ടില്ല. കാരണം അതിനൊന്നും കോൺഗ്രസ് പോകാറില്ല. അപ്പൊ മുരളീധരന് ഈ താൻ കഴിഞ്ഞ തവണ ജയിച്ചതുപോലെ ഈ അസംതൃപ്തരായ RSSകാരുടെയും BJPക്കാരുടെയും വോട്ട് ഇത്തവണ തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് മുരളീധരനോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു വിജയം മാത്രമല്ല, ഈ നമ്മൾ നോക്കിയാൽ ഈ വാർഡ്, അടുത്ത വാർഡ്, അതിന്റെ അടുത്ത വാർഡ്, ഇപ്പുറത്തെ വാർഡ്, അങ്ങനെ ഈ വാർഡുകളെല്ലാം BJP ആണ് ഇത്തവണ ജയിച്ചത്. വേണമെങ്കിൽ CPM-നും കോൺഗ്രസിനും പിടിച്ചെടുക്കാമായിരുന്നു. അപ്പം മുരളീധരൻ എൻ്റെ ആ ഒരു കണക്കൂട്ടിൽ അവിടെ പൊളിഞ്ഞു. അത് പിന്നെ നമ്മുടെ S. കൃഷ്ണകുമാർ, നമ്മുടെ നടൻ, അദ്ദേഹം എന്തുകൊണ്ടാണ് നാളുകളായി അവിടെ പ്രവർത്തിക്കുന്നത്. സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും BJPയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം എല്ലായിടത്തും ഓരോ ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. മരണ വീട്ടിൽ, വിവാഹ വീട്ടിൽ, ഒരു അത്യാവശ്യത്തിന് എല്ലായിടത്തും പോയി പങ്കുകൊടുത്തു. അദ്ദേഹം സീറ്റ് മോഹിച്ചായിരിക്കും ചെയ്തത്. പക്ഷേ അത് BJPക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ശ്രീലേഖ വരുന്നതിന് മുമ്പേ ഇദ്ദേഹം അവിടെ വോട്ടുകളെ തട്ടി ഉണർത്തി ഉയർത്തിക്കൊണ്ടുവന്നു. BJPക്ക് കരുത്തനായ സ്ഥാനാർത്ഥി ഉണ്ട്, ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. അപ്പോഴാണ് K. സുരേന്ദ്രന്റെ പേര് കിട്ടുന്നത്. അപ്പൊ K. സുരേന്ദ്രൻ തിരിച്ച് മഞ്ചേശ്വരത്തേക്ക് പോകുന്നു, ഇവിടെ R. ശ്രീലേഖ വരുന്നു. അപ്പോൾ ആ BJP ഒരു മാറ്റത്തിന് വേണ്ടി ഉണർന്നു എന്ന ഒരു സന്ദേശമുണ്ട്. അവിടെയാണ് K. മുരളീധരനെ ഒരു പാളിച്ച പറ്റിയിരിക്കുന്നത്. പിന്നെ പ്രശാന്ത് ഒരു രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഒരു യുവത്വത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ഒരു ശക്തമായ ഒരു ആരോപണം എതിരാളിക്കെതിരെ ഉന്നയിക്കാൻ കഴിവുള്ള ഒരാളല്ല. ഒരു ആരോപണം ഉന്നയിക്കും, പക്ഷെ അതിനൊരു ഘനഗാംഭീര്യമുള്ളൊരു അപ്പിയറൻസ് അല്ലെങ്കിൽ ബ്രോ അങ്കിൾ ആയില്ല, അല്ലെങ്കിൽ ബ്രോ ഡാഡ് ആയില്ല, ഡാഡ് ബ്രോ ആയില്ല. അപ്പോൾ അതിന്റെ ഒരു കുറവോടെ ഉണ്ട്. അപ്പം എല്ലാവരും താണു വണങ്ങും, ചിരിക്കും, എല്ലാവർക്കും കാര്യമാണ്, ശരിയാണ്. പക്ഷെ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ വന്ന് നോക്കണം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് വട്ടിയൂർക്കാവ് വികസനം ഇടിച്ചു പൊളിച്ച് 4 കഷ്ണമായിട്ട് ഇട്ടേക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ അവിടെയുള്ള ആ പ്രദേശം മൊത്തം ഇപ്പം ചാനലുകാർ അല്ലെങ്കിലും പൊതുവെ കേരളത്തിന്റെ വികസനം എന്ന് നമ്മൾ കണക്കൂട്ടുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കണക്കൂട്ടുന്നത്, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏതെങ്കിലും 4 റോഡ് ഒന്ന് ടാർ ചെയ്യുന്നത് പെയിന്റ് ചെയ്യുന്ന പോലെയാണ്. ഒറ്റ കോട്ടെ, ആദ്യത്തെ കോട്ട് മാത്രം അടിക്കത്തുള്ളൂ, വെള്ളം അടിക്കുന്ന കോട്ട് പോലെ. അപ്പൊ അങ്ങനെ ഒരു വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടാർ ചെയ്യലും മാത്രമാണ്. അതുപോലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും റോഡ് മാർച്ച് അവസാനിക്കുന്നു. സ്മാർട്ട് സിറ്റി എത്ര വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ട സ്മാർട്ട് സിറ്റിയാണ്, ഒന്നും ആയിട്ടില്ല. റോഡിനൊക്കെയുള്ള പണം കൈമാറി കഴിഞ്ഞു. അപ്പൊ അത് വെച്ച് തൽക്കാലം ഇലക്ഷൻ നടക്കുമ്പോഴും അവർക്ക് ചെയ്യാം, ഉത്തരവിറങ്ങിയതുകൊണ്ട് വിടാം. വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ ഒക്കെ കാര്യം ഏറ്റവും കൺജസ്റ്റഡ് ആയ സ്ഥലമാണ്. ഇപ്പോഴും ആ റോഡ്, ആ ഒറ്റ റോഡ് അങ്ങനെയുണ്ട്, 2 സൈഡ് ഇടിച്ച് പൊളിച്ച് അപകടകരമായ അവസ്ഥയിലിട്ടേക്കാണ്. അപ്പം അതിന് ഇപ്പൊ പ്രശാന്തിന്റെ BJP മുന്നോട്ട് വെക്കുന്ന ഇത് വികസന അജണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ BJP ഈ മണ്ഡലങ്ങളിലൊക്കെ വരികയാണെങ്കിൽ, ഭരണം CPM-നാണെങ്കിൽ എങ്ങനെയാണ് BJPക്ക് ഈ വികസനം, ഇവർ പറയുന്ന വികസനത്തിലേക്ക് എത്തിക്കാൻ കഴിയും? കാരണം അവിടുത്തെ MLAക്ക് ഫണ്ടുണ്ട്. ആ MLA വികസനം ഇവിടെ വേണമെന്ന് MLA ഇറങ്ങി പറയുകയാണ്. മറ്റേ നാട്ടുകാർ MLAയോട്, പ്രശാന്തിനോട് വർഷങ്ങളെ പറയുകയാണ്. വട്ടിയൂർക്കാവ് വികസന സമിതിയൊക്കെ അവിടെ വർഷങ്ങളോളം അവിടെ ഷെഡ് കെട്ടി സമരം ചെയ്തതാണ്. അപ്പം MLA സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്, ഇന്ന വികസനം ഇവിടെ വേണം, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് ഇവിടെ വേണം എന്ന് പറയുമ്പോൾ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. MLAയുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പറ്റില്ല. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷം. ഇനിയിപ്പം നിയമസഭയിലും 3 പക്ഷമായിരിക്കുമല്ലോ, ഭരണപക്ഷം, പ്രതിപക്ഷം, BJP. എന്തായാലും ഇത്തവണ നിയമസഭയിൽ ആരെങ്കിലും ഒക്കെ വരുന്ന കാര്യം അതിന് സാധ്യതയുണ്ട്. വരണമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വേണം. ഏകകണ്ഠമായി ഒരു പ്രമേയവും പാസ്സാക്കാൻ കഴിയാത്ത അവസ്ഥ. എയും ബിയും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഡീലിനെ സി വേണം, അല്ലെങ്കിൽ ബിക്കൊപ്പം നിൽക്കാനെങ്കിൽ സി വേണം. അപ്പോൾ പിന്നെ രാഷ്ട്രീയം മാറും. പക്ഷെ വർഗീയ മുഖം മാറ്റിയിട്ടാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അതൊരു മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥാനാർത്ഥികൾക്കും, പല BJPയുടെ പല നേതാക്കൾക്കും ഇരട്ടപ്പേരുകൾ ഉണ്ടായിരുന്നു.
ഇപ്പൊ അതൊന്നും കേൾക്കുന്നില്ല. ഇല്ല തീർച്ചയായിട്ടും. അപ്പൊ ആ പേര്, ആ ഇരട്ട മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ പല രീതിയിലൊന്ന് പരിഹസിക്കാനൊക്കെയുള്ള ശ്രമം നടത്തിയെങ്കിലും ഒരു രീതിയിലും അത് വിലപ്പോയില്ല. നേരത്തെ കുമ്മനത്തെയൊക്കെ സാത്വികനായ കുമ്മനം, രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും സാത്വികനായ ഒരാളാണ് കുമ്മനം. കുമ്മനത്തെ വരെ മോശക്കാരിയാക്കിയ CPM ആണ്. ഇപ്പോൾ അത് ഫലപ്രദമായി അവർക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ BJPയുടെ എല്ലാ മിഷണറികളിലും മാറ്റം വന്നു. നിരവധി പേർ BJPയിലേക്ക് ആകൃഷ്ടരായി, ആ ഐത്തം മാറി. ഒരുപാട് പേര് ഇപ്പോൾ 2020 പോലുള്ള സംഘടനകൾ, സാബു ജേക്കബ് ഒരു കാലത്ത് പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ കൂടെ ഇരിക്കാൻ ബന്ധമുള്ള ഒരാളായിരുന്നു സാബു ജേക്കബ്. പിണറായിയെ പറ്റി സാബു എഴുതി കണ്ടില്ലേ? അതെ അതെ, ഞാൻ കണ്ട ഏറ്റവും അഹങ്കാരിയായ, ഏറ്റവും കൂടുതൽ ആഡംബര ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അതെ അതെ. അപ്പോൾ അതൊക്കെ പുറത്തു വന്നു തുടങ്ങി. ഈ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗവും സോഷ്യൽ മീഡിയയും ഒക്കെ ഒരുപാട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതോടുകൂടി ഈ പറയപ്പെടുന്ന ഫേക്ക് നറേറ്റീവുകൾ CPMന്റെ പൊളിഞ്ഞടുങ്ങുകയാണ്. ഇപ്പോൾ സത്യത്തിൽ ഇരു മുന്നണികൾക്കും പേടിയുള്ളതും ഇരു മുന്നണികളും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും BJP ആണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല.